78.69% പ്ലസ് ടു പരീക്ഷയിലെ വിജയം. മുൻവർഷത്തേക്കാൾ 4.26% കുറവാണിത്. 39,242 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയശതമാനം എറണാകുളം ജില്ലയിലാണ്, 84.12%. വയനാട് ജില്ലയിലാണ് വിജയശതമാനം കുറവ്. 63 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ജയിച്ചു. ജൂൺ 12 മുതൽ 20 വരെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തും. 2024 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2024 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,74,755 പേർ പരീക്ഷ എഴുതി. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 78.69%. കഴിഞ്ഞ വർഷം ഇത് 82.95% കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4.26%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 39,242. കഴിഞ്ഞ വർഷം അത് 33,815 വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 84.12. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് 72.13. സർക്കാർ സ്കൂളുകളിൽ സമ്പൂർണ്ണ വിജയം കുറഞ്ഞത് പരിശോധിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതേക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 63. അതിൽ സർക്കാർ സ്കൂളുകൾ 7 സർക്കാർ സ്കൂളുകളുടെ എണ്ണം 7 നിൽക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി 2 ആഴ്ചയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയാണ്. PA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ തവണത്തേക്കാൾ 4.2% കുറവാണ് വിജയത്തിൽ ഇക്കുറി ഉണ്ടായിട്ടുള്ളത്. കൂടാതെ സർക്കാർ സ്കൂളുകളുടെ വിജയശതമാനം അത് അതേപോലെ തന്നെ നിൽക്കുന്നു എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി മന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. നമുക്ക് എന്താണ് ഇന്നിപ്പോൾ ഈ വിജയത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത്? അനുജ, 3,74,755 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,94,888 പേർ വിജയിച്ചു. അനുജ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ 78.69% വിജയം. മുൻ വർഷത്തേക്കാൾ 4.26% കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഓരോ വിഭാഗങ്ങളായി പരിശോധിച്ചാൽ സയൻസ് വിഭാഗത്തിൽ 84.84%, ഹ്യൂമാനിറ്റീസിൽ 67.09%, കൊമേഴ്സ് വിഭാഗത്തിൽ 76.11% വിജയം. സർക്കാർ സ്കൂളുകളുടെ എണ്ണം പരിശോധിച്ചാൽ സർക്കാർ മേഖലയിൽ 75.06%, എയ്ഡഡ് മേഖലയിൽ 82.47%, അൺഎയ്ഡഡ് മേഖലയിൽ 74.51% എന്നിങ്ങനെയാണ് ഓരോ മേഖലയിലും ഉണ്ടായ വിജയം. ഇതിൽ 39,242 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ A+ നേടിയവരുടെ എണ്ണം കൂടുതലുണ്ട്. അതായത് 5,427 കുട്ടികളാണ് ഇത്തവണ അധികമായി A+ നേടിയത്. കലാമണ്ഡലത്തിൽ 100% വിജയം. സ്കോൾ കേരളയിൽ 40.61%. ഏറ്റവും കൂടുതൽ വിജയം എറണാകുളത്താണ്, 84.12%. കുറവ് വയനാട്ടിൽ. അതോടൊപ്പം തന്നെ 63 സ്കൂളുകളിൽ 100% വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിൽ 7 സർക്കാർ സ്കൂളുകൾ, 17 എയ്ഡഡ് സ്കൂളുകൾ, 27 അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിങ്ങനെയാണ് ഇതിന്റെ തരംതിരിച്ചുള്ള കണക്ക്. ഇതിൽ 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി മാറ്റമില്ല. ഇതേക്കുറിച്ച് പഠിക്കുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 105 കുട്ടികൾക്ക് 1,200-ൽ 1,200 മാർക്കും ലഭിച്ചു. ഈ 4 മണി മുതൽ തന്നെ പരീക്ഷാഫലം ഇപ്പോൾ വെബ്സൈറ്റുകളിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നാൽ വിജയശതമാനത്തിൽ ഇത്തവണ കുറവുണ്ടായിരിക്കുന്നു. വിജയശതമാനം 71.42%. ഏറ്റവും കൂടുതൽ വിജയം വയനാട് ജില്ലയിലാണ്, 85.21%. കൊമേഴ്സിന് 70.3%, ഹ്യൂമാനിറ്റീസിന് 71.58%, കൊമേഴ്സിന് 74.48%. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വിജയം. അനുജ, +2 VHSE ഫലം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയശതമാനത്തിൽ കുറവുണ്ട്.